നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഗുജറാത്തിലെ തെരുവോരങ്ങളിൽ നിരപരാധികളായ ആയിരക്കണക്കിന് മനുഷ്യരുടെ അന്തകരായി മാറിയ ഒരു ഭരണകൂട ഭീകരത നരേന്ദ്രമോദി സർക്കാർ നടത്തിയ നരവേട്ട തന്നെയാണ് എന്ന് പലതവണ പലകുറി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വരെ വിധിച്ചിട്ടും സംഘപരിവാർ ഒരു കൂസലുമില്ലാതെ നരേന്ദ്രമോദിയെ വാനോളം പുകഴ്ത്തി നടന്നു. ഇപ്പോഴിതാ അഭിജിത് ദീപ്കെ, അതായത് സുപ്രീം കോടതി പരിഹസിച്ച് പറഞ്ഞ പാറ്റകൾ, പാറ്റകൾ അല്ലെങ്കിൽ വെറും പാറ്റകൾ, അവർ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. അത് ദീപ്കെ തന്നെ ഉറപ്പിച്ച കാര്യമാണ്. 2027 ഗുജറാത്തിൽ BJPയുടെ പതനം സമ്പൂർണമാക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. അതിനായി കോൺഗ്രസിനെ സഹായിക്കും. എന്ത് വില കൊടുത്തു BJPയെ അധികാരത്തിൽ നിന്നും തഴയാൻ വേണ്ടിയുള്ള നീക്കമായി തന്നെ കരുതുകയാണ്. അതിനുവേണ്ടി കോൺഗ്രസിനോടൊപ്പം കൈകോർത്ത് പ്രവർത്തിക്കാൻ തന്നെയാണ് അഭിജിത് ദീപ്കെ അടക്കമുള്ളവർ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ഗുജറാത്തിൽ തെരുവോരങ്ങളിൽ പൊരിഞ്ഞവർക്ക് നീതി ലഭിക്കണമെങ്കിൽ തിരിച്ച് കോൺഗ്രസിന് അധികാരം പിടിച്ചെടുത്തേ മതിയാവുകയുള്ളൂ എന്ന് അതുകൊണ്ടാണ് അഭിജിത് ദീപ്കെ വ്യക്തമാക്കുന്നത്. അതെ, നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഈറ്റില്ലമായ ശക്തിദുർഗമായ ഇന്ത്യയിൽ ഇൻ്റഗ്രേഷൻ പദ്ധതിയിലൂടെ, അതായത് ഗുജറാത്ത് റോൾ മോഡലാക്കിയാണല്ലോ മോദിയും അമിത്ഷായും ചേർന്ന് ഇന്ത്യ മുഴുവൻ പിടിച്ചെടുക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണല്ലോ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഗുജറാത്തിലെ തെരുവോരങ്ങളിൽ പയറ്റിയ അതേ നാടകം തന്നെയാണല്ലോ ഇപ്പോഴും മോദി ഈ രാജ്യത്ത് മുഴുവൻ ആളുകളെയും വിഡ്ഢികളാക്കുന്ന രീതിയിൽ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇത് രാഹുൽ ഗാന്ധി തുറന്നു പറയുമ്പോൾ രാഹുൽ ഗാന്ധിയെ പപ്പുമോനെന്നും ബുദ്ധിശൂന്യനെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതൊക്കെ സാധാരണമാണ്. എന്നാൽ അഭിജിത് ദീപ്കെ ഉറപ്പിച്ചു പറയുന്നു, ഗുജറാത്തിൽ ഇത്തവണ മോദി ചിരിക്കില്ല. മോദിക്ക് തിരിച്ചടി ഉണ്ടായിരിക്കും. ആം ആദ്മിയുടെ കള്ളക്കളികളും പൊളിച്ചെടുക്കാൻ അഭിജിത് ദീപ്കെ വിചാരിച്ചാൽ കഴിയും. കാരണം ഈ ആം ആദ്മിയുടെ ബുദ്ധി കേന്ദ്രമായിരുന്ന പലരും ഇപ്പോൾ കോക്രോച്ച് പാർട്ടിയുടെ കൂടെയാണ്. യഥാർത്ഥ ജനതാ പാർട്ടി അത് BJP അല്ല, കോക്രോച്ച് ജനതാ പാർട്ടി ആയിരിക്കുമെന്നും അവർ വിചാരിച്ചാൽ BJPയുടെ സാമ്രാജ്യം ഗുജറാത്തിൽ തള്ളിയിടാൻ കഴിയുമെന്നും തീർച്ചപ്പെടുത്തി കൊടുക്കേണ്ടതായുണ്ട്. 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം 157 സീറ്റുമായാണ് BJP അധികാരത്തിലേക്ക് എത്തിയത്. അന്ന് ആം ആദ്മി പാർട്ടി പിടിച്ച മതേതര വോട്ടുകൾ ഭിന്നിച്ചില്ലായിരുന്നുവെങ്കിൽ BJPക്ക് ഇത്രയും വലിയ ഭൂരിപക്ഷമോ ഇത്രയും വലിയ ഒരു സമ്പൂർണ്ണ ആധിപത്യമോ കിട്ടില്ലായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് അഭിജിത് ദീപ്കെ രണ്ടും കൽപ്പിച്ച് കോൺഗ്രസിന് കൈകൊടുക്കാൻ ഉറച്ച സ്വരത്തോടെ നീങ്ങുന്നത്.